സുഹൃത്തുക്കളെ നമസ്കാരം. ഹലേബീഡിൻ്റെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേദാരേശ്വര ക്ഷേത്രത്തിൽ നിന്നും ജെയിൻ ടെമ്പിളിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് തകർന്നാണ് ഈ മതിൽ വലിയൊരു കമ്പൊടിഞ്ഞ് വീണിട്ട് ആ മരത്തിൻ്റെ. നേരെ ആ കാണുന്നത് ബിൽഡിങ് എന്തോ അമ്പലം പോലെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. എന്നാണെന്ന് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. നല്ല ദൂരത്തിലാണ്. കണ്ടിട്ട് അമ്പലത്തിൻ്റെ പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ മൂളുഭാവമൊക്കെ. പക്ഷേ വലിയ എന്തോ ഒരു ബിൽഡിംഗ് ആണ്. വേറെ എന്തെങ്കിലും ആണോ എന്നറിയാമല്ലോ, വല്ല സ്കൂളോ കോളേജോ. ഇത് ഇഞ്ചി കൃഷിയാണ്. ഇവിടെ എല്ലാം ഫുള്ള് കൃഷിയാണ്. ഇഷ്ടംപോലെ പശുക്കളുണ്ട് ഇവിടെയൊക്കെ. കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ പശുവിനേക്കാളും കുറേ കൂടെ വലിപ്പമുള്ള സൈസ് പശുവാണെന്നാണ് തോന്നുന്നത്. ഇത് ചോളമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് കവുങ്ങാണ്. കവുങ്ങ് കൃഷിക്കായിട്ട് കവുങ്ങ് വെച്ച് പിടിപ്പിച്ച് ഒരു 2-3 അടി പൊക്കം ആയിട്ടേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തെങ്ങുമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ജൈനക്ഷേത്രങ്ങളുടെ അടുത്തെത്തി. ഈ വേലിക്കപ്പുറം കാണുന്നതാണ് നമ്മുടെ ജെയിൻ ടെമ്പിൾസ്. 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. വലിയ കവാടാണ്. ഈ ജെയിൻ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ നേരെ കാണുന്നത് പാർശ്വനാഥ ബസഡിയാണ്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ 2 ഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പാർശ്വനാഥ ബസഡി, ഈ കണ്ട പാർശ്വനാഥ ബസഡിയും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ശാന്തിനാഥ ബസഡിയെക്കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലും കന്നഡയിലുമാണ് എഴുതിയിട്ടുള്ളത്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആരുടെ കാലത്താണ് പണിതത് തുടങ്ങിയ കാര്യങ്ങൾ. 1133 വിഷ്ണുവർദ്ധന രാജാവിൻ്റെ കാലത്താണ് ഈ പാർശ്വനാഥ ബസഡിയും ശാന്തിനാഥ ബസഡിയും പണി കഴിപ്പിച്ചിരിക്കുന്നത്. വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്നത് ഹോയ്സാലന്മാരിലെ ഏറ്റവും പ്രശസ്തനായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹമാണ് ബേലൂരെ ചെന്നകേശവ ക്ഷേത്രം പണി കഴിപ്പിച്ചതും അതുപോലെ തന്നെ ബേലൂരിൽ നിന്ന് ഹലേബീഡിലേക്ക് ഹോയ്സാലന്മാരുടെ തലസ്ഥാനം മാറ്റിയതും ഹോയ്സാലേശ്വര ക്ഷേത്രം ഹലേബീഡിൽ പണി കഴിപ്പിച്ചതും ഒക്കെ. ബസഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയിൽ വീട് എന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പം നമുക്ക് പാർശ്വനാഥൻ്റെ വീട് അല്ലെങ്കിൽ പാർശ്വനാഥൻ്റെ ആശ്രമം, അമ്പലം എന്നൊക്കെ പറയാം. ഈ കാണുന്നത് പുരാതന കാലത്തെ 4 ഇൻസ്ക്രിപ്ഷൻസാണ്. കന്നഡയിലാണ് ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ അമ്പലം പണിത കാലത്തുള്ള ഇൻസ്ക്രിപ്ഷനാണ്. 1, 2, 3, 4 എണ്ണം ഉണ്ട്. അതിലെന്നാണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത് ഇവിടെ ഇംഗ്ലീഷിൽ ഈ ബോർഡിൽ ഓരോന്നിൻ്റെയും തരംതിരിച്ചിങ്ങനെ എഴുതിയിട്ടുണ്ട്. കന്നഡ എന്ന് പറഞ്ഞാൽ പുരാതന കന്നഡയിലാണ് അതിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഇപ്പം ആധുനിക കന്നഡയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുമാണ് ഈ ബോർഡിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതി വച്ചിരിക്കുന്നത്. പാർശ്വനാഥൻ എന്ന് പറയുന്നത് ജൈനന്മാരുടെ 23ാമത്തെ തീർത്ഥങ്കരനാണെന്ന് തോന്നുന്നു. പാർശ്വനാഥനും ശാന്തിനാഥനും ആദിനാഥനും ഒക്കെ ജൈന തീർത്ഥങ്കരന്മാരാണ്. ശ്രവണബെലഗോളയിൽ, ഈ യാത്രയിൽ തന്നെ നമ്മൾ ആദ്യം പോയ സ്ഥലമായിരുന്നു ശ്രവണബെലഗോള. ആ ശ്രവണബെലഗോളയുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ജൈനമതത്തെക്കുറിച്ചും ശാന്തിനാഥനെക്കുറിച്ചും ആദിനാഥനെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ശ്രവണബെലഗോള കാണുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകുന്നിടത്തൊക്കെ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് അതിനെ പുറത്തൂടെ ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമാണ് അകത്തോട്ട് കയറാറുള്ളത്. ഇവിടെ അതുപോലെ തന്നെ പുറത്തൂടെ ഒരു പ്രദക്ഷിണം വെക്കാമെന്ന് വെച്ചു ആദ്യമേ. വലിയ ക്ഷേത്രമാണ്. മുമ്പിൽ നിന്ന് കാണുമ്പം വലിയ വീതിയില്ലെങ്കിലും നല്ല
പുറകോട്ട് നല്ല നീളമുണ്ട്. അതുകൊണ്ട് വലിയ ക്ഷേത്രമാണ്. പരിപൂർണമായിട്ടും കല്ലിലാണ്. ഇതും നമ്മൾ മുൻപ് കണ്ട ക്ഷേത്രങ്ങളെ പോലെ തന്നെ സോപ്പ് സ്റ്റോണിലാണ് ഈ ക്ഷേത്രവും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങളുമൊക്കെ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ മാലിക് കഫൂറിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ടതാണ്. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചതാണ് തകർന്നു പോയ ഭാഗങ്ങളൊക്കെ. ഈ നമ്മൾ മുമ്പേ കണ്ട ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെയും കേദാരേശ്വര ക്ഷേത്രത്തിൻ്റെയും അത്രയും കൊത്തുപണികൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് താഴെ ഭാഗത്തോട്ട്. മുകളിൽ ഒത്തിരി കൊത്തുപണികളുണ്ട്. അത് ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട ശില്പങ്ങളും അതുപോലെ തന്നെ ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളും ഒക്കെയാണ് മുകളിൽ കാണുന്നത്. ഇഷ്ടം പോലെ പക്ഷികളും കിളികളും അതുപോലെ തന്നെ മയിലും ഒക്കെ ഉണ്ട് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് മയിൽ കരയുന്ന ഒച്ച കേൾക്കാം. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു മയിലിനെ കാണുകയും ചെയ്തായിരുന്നു. ആൾക്കാർ തീരെ കുറവാണ് ഇവിടെയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഈ ഭാഗത്തോട്ട് ആൾക്കാർ വരുന്നത് തീരെ കുറവാണ്. മിക്കവാറും എല്ലാവരും ഹോയ്സാലേശ്വര ക്ഷേത്രം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് പതിവ്. വളരെ കുറച്ചുകാർ, ഈ ഗൈഡൊക്കെ കൂടുതലുണ്ടെങ്കിൽ അവർ കൂട്ടിക്കൊണ്ട് വന്നാലോ ടാക്സിക്കാർ കൂട്ടിക്കൊണ്ട് വന്നാലോ കൂടുതൽ ആൾക്കാരും വരുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവർ അന്വേഷിച്ച് പിടിച്ച് വരുന്നവരും ഉണ്ട്. നമ്മളിതിനൊരു പ്രദക്ഷിണം വെച്ച് തീരാറായി. മുമ്പിലോട്ടെത്തി പാർശ്വനാഥ ബസഡിയുടെ. ഇതിൻ്റെ മുമ്പിൽ വലിയൊരു മണ്ഡപമുണ്ട്. നമ്മളിങ്ങോട്ട് ആദ്യം വന്നപ്പം കയറി വന്നപ്പോൾ കണ്ടായിരുന്നു ഈ മണ്ഡപം. ഒരു 19 തൂണുകളെങ്കിലും ഉണ്ട്. വലിയ തൂണുകളിലാണ് ഈ മണ്ഡപം നിൽക്കുന്നത്. ഈ മണ്ഡപത്തിൻ്റെ അകത്തൂടെ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാനായിട്ട്. മണ്ഡപത്തിലോട്ട് കയറാനായിട്ട് നമ്മളെ അല്ലെങ്കിൽ സന്ദർശകരെ ആനയിക്കുന്നത് 2 ചെറിയ ആനകളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള 2 ആനകളാണ്. ഞാൻ ഈ മണ്ഡപത്തിൻ്റെ അകത്തോട്ട് കയറി. മണ്ഡപത്തിൻ്റെ സീലിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നിറച്ച് കൊത്തുപണികളാണ്. ഈ മുകളിലെ കൊത്തുപണികൾ ചെയ്യുന്നത് താഴെ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പണിത് വെക്കുന്നതാണോ അതോ കല്ലിങ്ങനെ വെച്ചിട്ട് പിന്നെ അതിനിട്ട് കൊത്തുന്നതാണോ? എങ്ങനെ ഈ മുകളിലോട്ട് നോക്കി നിന്ന് ചെയ്യുന്നത്? നമ്മളൊരു ബൾബ് ഇടാനായിട്ട് മുകളിൽ കയറി കഴിയുമ്പോൾ തന്നെ മുകളിലോട്ട് നോക്കി നിടുമ്പോൾ എന്ത് പാടാണ്. അപ്പോൾ ഇതൊക്കെ കൊത്തുപണി ചെയ്യണമെങ്കിൽ എന്ത് പാടായിരുന്നായിരിക്കും എന്നുള്ളതാണ്. ഇതാരാന്നറിയാൻ മേല. ഒരു തൂണയിൽ ചെറിയൊരു അമ്പലം പോലെ വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. നമ്മൾ ഈ പാർശ്വനാഥ ബസഡിയുടെ ഉള്ളിലോട്ട് കയറുകയാണ്. വലിയ 2 വാതിലുകളാണ് ഇതിലുള്ളത്. വലിയ കവാടം എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര വലിയ കവാടമാണ്. ഇതിൻ്റെ അകത്ത് മുഴുവൻ തൂണുകളാണ്. പക്ഷേ വെളിയിൽ കണ്ട പോലത്തെ തൂണുകളല്ല, ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല മിനുസമുള്ള തൂണുകളാണ്. പാർശ്വനാഥൻ്റെ പ്രതിഷ്ഠ കൂടാതെ ചെറിയ ശ്രീകോവിൽ പോലെയുള്ള 2-3 സംഭവങ്ങൾ ഉണ്ട്, ചെറിയ മുറികൾ. അതിൻ്റെ അകത്തും നേരത്തെ പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പം ഇത് കണ്ടില്ല, ഇതിൻ്റെ അകത്തെ പ്രതിഷ്ഠയൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ പീഠം മാത്രമേ ഉള്ളൂ. ഇത് സീലിംഗിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. സഹസ്രദളം ഉള്ള താമരയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു രക്ഷയില്ല, അസാധ്യ പണിയാണ് ചെയ്തിരിക്കുന്നത്. തൂണുകളിലും ഒക്കെ നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈനുകളാണ്, പക്ഷേ എന്നാലും നല്ല വർക്കുകളാണ്. ഇവിടെ അതേ താമര പോലൊരു സംഭവമാണ്. ഈ തൂണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തടി കൊണ്ടുള്ള തൂണാണെന്ന് തോന്നും. ഈട്ടിത്തടി പോലെയുണ്ട് കണ്ടിട്ട്, കറുത്ത് നല്ല മിനുസപ്പെടുത്തി. തൊട്ട് നോക്കിയാൽ മാത്രമേ നമുക്കിത് കല്ലാണെന്ന് തോന്നുള്ളൂ. തൊട്ട് നോക്കിയാലും തൊട്ടിട്ട് ഇങ്ങനെ മുട്ടി നോക്കി കഴിയുമ്പോഴേ അറിയാം ഇത് കല്ലാണെന്നുള്ളത്. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് തടി കൊണ്ടുള്ള തൂണാണെന്നേ തോന്നുള്ളൂ. നമ്മൾ ഈ ശ്രീകോവിലിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ മുകളിലുള്ള സീലിംഗ് ആണിത്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലോട്ട്. എന്നാ കൊത്തുപണികളാണ് ഈ ചെയ്തിരിക്കുന്നത്. അസാധ്യ വർക്ക് തന്നെ, അസാധ്യ വർക്ക്. ഒരു രക്ഷയില്ലാത്ത തകർപ്പൻ പരിപാടികൾ തന്നെ. ഇവിടെ എല്ലാം ഒരു പ്രശ്നം വെച്ചാൽ വെളിച്ചം തീരെ കുറവാണ്. ഇതിൻ്റെ അകത്ത് ലൈറ്റിംഗ് ഒക്കെ തീരെ കുറവാണ്. കുറച്ചുകൂടെ വെട്ടവും വെളിച്ചമൊക്കെ ഈ ആർക്കിയോളജിക്കൽ സർവേക്കാർ ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് ഇതൊക്കെ കാണാമായിരുന്നു. താഴേന്ന് മുകളിലോട്ട് വെളിച്ചം അടിച്ച് കാണാൻ പാകത്തിനുള്ള രീതിയിലൊക്കെ. ഇതിപ്പോൾ നമ്മൾ ടോർച്ചുമായിട്ട് വന്നെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയാണ്. ഈ മുകളിലത്തെ വർക്കൊക്കെ ശരിക്കും നല്ലതായിട്ട് മനസ്സിലാകണമെങ്കിൽ ഒരു 25 അടിയിലും പൊക്കത്തിലാണ് ഈ സീലിംഗ് ഒക്കെ. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഹിന്ദിക്കാർ ഇതിൻ്റെ അകത്ത് കാണാനായിട്ടുണ്ട്. ഹിന്ദി സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കായിരിക്കും. ഇത് ദ്വാരപാലകനാണെന്ന് തോന്നുന്നു.
ഇതിൻ്റെ അകത്തെ പ്രതിഷ്ഠയും അപ്രത്യക്ഷമാണ്. ഇതൊക്കെ ഉപപ്രതിഷ്ഠകളാണ്. പ്രധാന പ്രതിഷ്ഠ പാർശ്വനാഥൻ്റെയാണ്. ഒരു ഹാളിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇതിൻ്റെ ആ നടുക്ക് ഭാഗമാണ് ഹാളിൻ്റെ. ഗ്രാനൈറ്റ് തോറ്റു പോകുന്ന സൈസ് മിനുസമാണ്. ഒരു രക്ഷയില്ലാത്ത മിനുസമാണ്. അടിപൊളി. കണ്ണാടി പോലെ ഇരിക്കുന്ന ഈ തറയൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. ഈ നേരെ കാണുന്നതാണ് പാർശ്വനാഥൻ്റെ പ്രതിഷ്ഠ. ഏതാണ്ട് 15 അടിയോളം പൊക്കമുള്ള വലിയ പ്രതിഷ്ഠയാണ്. ദിഗംബര രൂപത്തിലുള്ള പാർശ്വനാഥനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചുവട്ടിൽ 2-3-4 ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുണ്ട്. ചുവപ്പും റോസും കൂടെ ഇടകലർന്ന കളറാണ് ചെമ്പരത്തിപ്പൂവിന്. അങ്ങനെ അധികം കണ്ടിട്ടില്ല. കാണാൻ നല്ല രസമുണ്ട്. പാർശ്വനാഥൻ്റെ മുകളിൽ കൊട പോലെ ഒരു സർപ്പമുണ്ട്. 7 തലയുള്ള ഒരു സർപ്പമാണ്. മഹാവിഷ്ണുവിൻ്റെ മുകളിൽ കൊട പോലെ അനന്തൻ നിൽക്കുന്നത് പോലെ തന്നെയാണ്. ഈ സർപ്പത്തിനും അനന്തൻ തന്നെയാണ് പേര്. അകത്തോട്ട് ആരും കയറാതിരിക്കാനായിട്ട് ഈ ശ്രീകോവിലിന് അവിടെ ചെറിയൊരു തടിക്കഷ്ണം കൊണ്ട് ഒരു ചെറിയ തടസ്സം വെച്ചിട്ടുണ്ട്. തടിയല്ല, കല്ല് തന്നെയാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ കൂടെ ഇവിടെ കാണാനായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സൈലൻ്റാണ്. ഇതിൻ്റെ അകത്തൊന്നും വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഇത് ഫുള്ള് പാറക്കല്ലാണേലും നല്ല തണുപ്പാണ് ഇതിൻ്റെ അകത്തൊക്കെ. വെന്റിലേഷനുകളൊന്നുമില്ല ഇതിനകത്ത് തീരെ. ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട്. അതൊക്കെ വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പാർശ്വനാഥ ബസഡിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ശാന്തിനാഥ ബസഡിയിലോട്ടാണ്. ഈ കാണുന്നതാണ് ശാന്തിനാഥ ബസഡി. അപ്പുറത്ത് കാണുന്നത് ആദിനാഥ ബസഡിയാണ്. കുറച്ച് പേര് അതിൻ്റെ അകത്ത് നിന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് പുള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട്. ആദ്യം നമുക്ക് വെളിയിലൊരു പ്രദക്ഷിണം വെക്കാം, എന്നിട്ട് അകത്തോട്ട് കയറാം. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ശാന്തിനാഥൻ എന്ന് പറയുന്നത് ജൈനന്മാരുടെ 2ാമത്തെ തീർത്ഥങ്കരനാണ്. ആദ്യത്തെ ആൾ ആദിനാഥനാണ്, 2ാമത്തെ ആൾ ശാന്തിനാഥനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദിനാഥ ബസഡിയേക്കാളിലും പാർശ്വനാഥ ബസഡിയേക്കാളും കുറച്ചും കൂടെ ചെറിയതാണ് ഈ ശാന്തിനാഥ ബസഡി. അത്രയും പൊക്കയില്ല, നീളം ഒരുമാതിരി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം, ചുറ്റുപാടുകളെല്ലാം വളരെ ഭംഗിയുള്ളതാണ്. ഈ പുല്ല് എല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ടാണ്. ചുറ്റും കല്ലൊക്കെ പാകി മിറ്റമൊക്കെ നല്ല സൂപ്പറാണ്. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. നിറച്ച് തൂണുകളാണ് ഇതിൻ്റെ അതും. തൂണുകളില്ലാതെ പറ്റുകയില്ല. ഇടയ്ക്ക് ഭിത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ താങ്ങി നിൽക്കുന്നത്, ഈ വെയിറ്റ് മുഴുവൻ താങ്ങുന്ന ഈ തൂണുകളിലാണ്. ഇതേതോ ചെറിയ പ്രതിഷ്ഠയാണ്, ആരാണെന്ന് എനിക്കറിയാൻ വയ്യ. ശാന്തിനാഥൻ്റെ തൊട്ടിപ്പുറത്താണ്. ദ്വാരപാലകരാണെന്ന് തോന്നുന്നു ശാന്തിനാഥൻ്റെ. ഒരു യക്ഷനുയക്ഷിയാണ് ഈ ജൈന തീർത്ഥങ്കരന്മാരുടെ എല്ലാം ദ്വാരപാലകരായിട്ടുള്ളത്.
പേര് ഞാൻ മറന്നുപോയി, എനിക്കറിയായിരുന്നു. അപ്പുറത്തെ ദ്വാരപാലകൻ അപ്രത്യക്ഷമാണ്, അതിൻ്റെ പീഠം മാത്രമേ ഉള്ളൂ. ശാന്തിനാഥൻ്റെ ചെറിയൊരു പ്രതിമയാണ്. ശാന്തിനാഥനും ദിഗംബര രൂപത്തിൽ തന്നെയാണ്. 2-3 ചെമ്പരത്തിപ്പൂവൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് മുമ്പേ പാർശ്വനാഥൻ്റെ കണ്ടപ്പോഴും അതിൻ്റെ മുമ്പിലും ഉണ്ടായിരുന്നു 2-3 ചെമ്പരത്തിപ്പൂ. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ചെമ്പരത്തിപ്പൂവാണ്. ഇവിടെയുള്ള ആരോ പറിച്ച് വെച്ചാണെന്ന് തോന്നുന്നു. തൊഴാൻ വന്നവരാണോ മറ്റേ സ്റ്റാഫാണോ? അതിൽ അവിടെ ഇരുന്ന ചെമ്പരത്തിപ്പൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. റോസും ചുവപ്പും കൂടെ ചേർന്ന ഒരു കളറായിരുന്നത്. ഇത് സാധാരണ ചെമ്പരത്തിയാണ്. നമ്മൾ തൊഴുതിട്ട് വെളിയിലോട്ട് ഇറങ്ങുവാണ്. അടുത്തായിട്ട് നമ്മൾ ആദിനാഥ ബസഡിയിലോട്ടാണ് പോകുന്നത്. അത് നമ്മൾ മുമ്പേ കണ്ട പാർശ്വനാഥ ബസഡി പോലെ തന്നെ നല്ല വലിപ്പമുള്ളതാണ്. നല്ല ഹൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല നീളവും ഉണ്ട്. നമ്മളെല്ലായിടത്തും പോലെ തന്നെ ഇവിടെ ആദ്യം വെളിയിലൊരു പ്രദക്ഷിണം വെക്കാം. അപ്പം ഞാൻ എളുപ്പത്തിന് ആദ്യം കണ്ട ഇതിൽ കൂടെ നേരെ അപ്രദക്ഷിണമാണ് വെക്കുന്നത്. ചെറുതായിട്ട് മഴയാറുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ശകലം സ്പീഡപ്പ് ആക്കുവാണ്. കാണുന്നത് പ്ലാവാണ്, ഹൈബ്രിഡ് വെറൈറ്റി പ്ലാവാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കാനായിട്ടൊരു ചെറിയ സംഭവമൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ടൊരു കുളമുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുളമാണ്. സ്റ്റെപ്പൊക്കെ കല്ല് വാകിയാണ് ഇറങ്ങുന്ന സ്റ്റെപ്പൊക്കെ. ഒരു പ്രത്യേക ഷേപ്പാണ്. മുകളിലിങ്ങനെ വീതി കൂടിയിട്ട് താഴോട്ട് കുറഞ്ഞു വരുന്ന രീതിയിൽ തറക്കാം. കുറേ ഭാഗമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടക്കുന്നത്. നമ്മൾ പ്രദക്ഷിണം വെച്ച് ആദിനാഥ ബസഡിയുടെ മുമ്പിലെത്തി. ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്ന 2 ഫലകങ്ങളാണ്. കന്നഡയിലും ഇംഗ്ലീഷിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. ഈ ആദിനാഥ ബസഡിയുടെ മുമ്പിൽ ബാക്കി സ്ഥലങ്ങളിൽ ഇല്ലാത്ത പോലെ വലിയൊരു സ്തംഭമുണ്ട്. ഒരു ദീപസ്തംഭം എന്നാണ് വിളിക്കുന്നത്. വലിയ സ്തംഭമാണ്. ഇതും എനിക്ക് തോന്നുന്നു നമ്മൾ ബേലൂർ കണ്ട പോലെ തന്നെ ഗ്രാവിറ്റി പില്ലറാണെന്ന് തോന്നുന്നു. മതിലിന് താഴെ നിൽക്കുന്ന ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തുള്ള വീട്ടിലെയാണെന്ന് തോന്നുന്നു. നമ്മൾ ആദിനാഥ ബസഡിയുടെ അകത്തോട്ട് കയറുകയാണ്. നല്ല ഇരുട്ടാണ് ഇതിൻ്റെ അകത്ത്. വെളിച്ചം ഒട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ടോർച്ചൊന്നുമില്ല. ആ പാടെ മൊബൈലിൻ്റെ വെളിച്ചമേ ഉള്ളൂ. എവിടുന്ന് ജനഗണമന ചൊല്ലുന്ന കേൾക്കുന്നുണ്ട്. അടുത്തെങ്ങാണ്ട് സ്കൂളോ മറ്റോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇരുട്ടാണ്. ശരിക്ക് ക്ലിയർ ആകുമോയെന്ന് അറിയാൻ വയ്യ. ഈ ശ്രീകോവിലിനുള്ളിൽ കാണുന്നത് ഏതാണ്ട് 15 അടി പൊക്കത്തോളമുള്ള ആദിനാഥൻ്റെ പ്രതിഷ്ഠയാണ്. വലിയ
വാതിലുമാണ് ഇതിൻ്റെ. വലിയ പ്രതിഷ്ഠയാണ്, അതുകൊണ്ട് തന്നെ വലിയ ശ്രീകോവിലാണ്. അങ്ങോട്ട് കയറുന്ന വാതിലും വലിയതാണ്. മുമ്പേ നമ്മൾ കണ്ട സ്ഥലത്താണെങ്കിൽ അവിടെ വാതിലൊന്നും ഇല്ലായിരുന്നു. പാർശ്വനാഥൻ്റെ അവിടെ ആദിനാഥൻ്റെ 2 സൈഡിലും 2 ചെറിയ ശില്പങ്ങളുമുണ്ട്. കാൽച്ചുവട്ടിലും ചെറിയൊരു ആദിനാഥൻ്റെ ശില്പമുണ്ട്. ദിഗംബര രൂപത്തിലുള്ള ആദിനാഥനെയാണ് നമ്മൾ കണ്ടത്. ദിഗംബരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈനമതത്തിൽ സർവ്വത ഉപേക്ഷിച്ച, വസ്ത്രം പോലും ഉപേക്ഷിച്ച് പരമജ്ഞാനം നേടാനായിട്ട് ഇറങ്ങിയവരെയാണ് ദിഗംബരന്മാരെന്ന് വിളിക്കുന്നത്. ജൈനമതത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്, ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. ശ്വേതംബരന്മാർ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കും. ഈ കാണുന്ന ഒരു പീഠമാണ്, സാധാരണ തറയിൽ നിന്നും കുറച്ചും കൂടെ ഉയർന്ന ചെറിയൊരു പീഠമാണ്. അത് ഈ ജൈനന്മാർ വരുന്നവർ, ജൈന സന്യാസിമാർക്ക് നമസ്കരിക്കാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ളതാണ്. ശ്രവണബലഗോളയിൽ ചെന്ന എല്ലാ സ്ഥലത്തും ഇത് കാണാം. അവിടെ ഇരുന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ അകത്തും കുറേ അധികം തൂണുകളും ഒക്കെ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് കണ്ട പോലെയുണ്ട്. എല്ലാം നല്ല പോളിഷ് ചെയ്ത, മിനുസപ്പെടുത്തിയ തടി പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള തൂണുകളാണ്. ചെറിയ ചെറിയ ശില്പങ്ങൾ വേറെ ഉണ്ട്. ഈ ആദിനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതോടെ നമ്മുടെ ഹലേബീഡിലെ കാഴ്ചകൾ ഏതാണ്ടൊക്കെ പൂർണ്ണമായി. ഞാൻ ഇന്നിപ്പം ഉച്ചയോടുകൂടി ഇവിടുന്ന് മടങ്ങും. ഈ ഹലേബീഡ് ടൗണിൽ നിന്ന് ഒരു 10-25 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ ആയിട്ട് വേറെ 2-3 മനോഹരമായ ക്ഷേത്രങ്ങളും കൂടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ തൽക്കാലം ഞാൻ ഇപ്രാവശ്യം എല്ലാ സ്ഥലത്തും ഒന്നും എനിക്ക് പോകാൻ പറ്റുന്നില്ല. അടുത്ത വരവിൽ അവിടെയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ മാറിയിട്ട് ദൊഡ്ഡഗഡ്ഡവള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അതിമനോഹരമായ മറ്റൊരു ക്ഷേത്രമുണ്ടെന്ന് അറിഞ്ഞു. അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കാണാം. ഇപ്പം ഇപ്രാവശ്യത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.